गणपतये नमः। ॐ कृष्णाय नमः। हरे राम 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 हरे हरे, हरे कृष्ण हरे राम 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 हरे हरे कृष्ण വേണ്ടുവൻ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശൈശവേഭ്യസ്ത വിദ്യാനാം, ശൈശവാഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയേഷിനാം വാർദ്ധകേ മുനിവൃത്തീനാം രഘൂണാം അന്വയം മന്യേ. ഇവിടെയുള്ളവർക്ക് സംസ്കൃതത്തിൽ പണ്ഡിതന്മാരാണെന്നാണ് എൻ്റെ അനുമാനം. അവർക്ക് ആ ശ്ലോകത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഓരോ ദിശയും ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് വലിയ ക്രാന്തദർശിയായ ഒരു കവി എഴുതിയതാണ് ശൈശവേഭ്യസ്ത വിദ്യാനം. ശിശുവായിരിക്കുമ്പോൾ വിദ്യാഭ്യസിക്കുക. അത് മലയാളത്തിലൊരു കവിത പറഞ്ഞു, ബാല്യത്തിലെ വിദ്യകൾ അഭ്യസിച്ചു, കാരുണ്യമായാൽ വിഷയെ സൂഹിച്ചു, വാർദ്ധക്യകാലം മുനിയായി കഴിച്ചു. ഇതാണ് നമ്മുടെ ഭാരത സങ്കല്പത്തിലെ പൗരൻ്റെ, നല്ല പൗരൻ്റെ പറ്റിയുള്ള മനോഹരമായ സങ്കല്പം. ഇങ്ങനെ അത്തരം മനോഹരമായ ഒരു സങ്കല്പത്തെ പ്രതീകമായും നേരിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആകസ്മികമായെങ്കിലും എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് ഒരു വലിയ സംരംഭത്തിനുള്ള പ്രയത്നത്തിൻ്റെ ആരംഭമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെടാൻ സാധിച്ചത് ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम നമസ്കാരം. മുപ്പത്തരം കണ്ണൂത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 15ാമത് അന്തർദേശീയ ശ്രീമദ് രാമായണ മഹാസത്രത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം സത്ര നിർവഹണ സമിതി ചെയർമാൻ ജസ്റ്റിസ് കെ സുകുമാരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശ്രീ MB മുരളീധരന് നൽകി നിർവഹിച്ചു. സത്ര നടത്തിപ്പിന്റെ ആദ്യ സംഭാവന ISRO മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ഇപ്പോൾ കുസാറ്റിൽ ഹോണററി പ്രൊഫസറുമായ ഡോക്ടർ CP രഘുനാഥൻ നായർ ക്ഷേത്രം സെക്രട്ടറി ശ്രീ KP രാമകൃഷ്ണൻ നായർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് ശ്രീ PK സദാശിവൻപിള്ള, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമന്നാരായണൻ, CP രഘുനാഥൻ നായർ, MB മുരളീധരൻ, KP രാമകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. മായ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തി. 15ാമത്തെ അന്തർദേശീയ രാമായണ സത്രം ഈ ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നതുപോലെ തന്നെ രാമായണത്തിൻ്റെ പ്രസക്തി ലോകോത്തരമാക്കിയെടുക്കുന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരികയും കൂടെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മുപ്പത്തടത്തെ കണ്ണോത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി സൂര്യകാലടി മന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട്. സൂര്യകാലടി മന എല്ലാം കൊണ്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 13 താന്ത്രിക കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് സൂര്യകാലടി മന. ആ മനയിലെ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടാണ് തന്ത്രിയായിട്ട് ഈ ക്ഷേത്രത്തിന് ഉള്ളത്.
ഈ ക്ഷേത്രം വളരെയധികം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ രാമായണ സത്രം ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും സാധാരണക്കാരുടെ ഇടയിൽ തൊട്ട് എല്ലാവരുടെ ഇടയിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഏകദേശം എത്ര ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്? ഏതാണ്ട് 1 ലക്ഷത്തിന് മേലുള്ള ആൾക്കാരാണ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അതിന് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും, വാഹന സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഞങ്ങൾ ഇവിടെ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഏറെക്കുറെ സജ്ജമാക്കിയിട്ടുണ്ട്. നമസ്കാരം. 15ാമത് അന്തർദേശീയ ശ്രീമദ് രാമായണ സത്രമാണ് ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ ചടങ്ങ് ആരംഭിച്ചത്. ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി, അതായത് ചെയർമാൻ ആയിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ സുകുമാരൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം ഈ സത്രത്തെ വളരെ വിജയപ്രദമാക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുപ്പത്തരത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സത്രം നടന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഈ ഒരു സത്രം എന്ന് പറയുമ്പോൾ ഇതിൽ ലോകപ്രശസ്തരായ പ്രഭാഷകരും പണ്ഡിതന്മാരും മഹത് വ്യക്തികളും എല്ലാം പങ്കുചേരുന്ന ഒരു മഹാസത്രമാണ്. ഇതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഏതാണ്ടൊക്കെ ഒരുക്കി കഴിഞ്ഞു. അതായത് പുറമേ നിന്ന് വരുന്ന വ്യക്തികൾക്ക് താമസ സൗകര്യം, അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ, പാർക്കിംഗ് സൗകര്യം, പാർക്കിങ്ങിന് വേണ്ടിയിട്ട് 50 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു ഗ്രൗണ്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മളിവിടെ എത്തിക്കാനായിട്ട് അത്യാവശ്യ സർവീസും ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, ഒരു ജില്ലയുടെ മാത്രമല്ല, ഈ സംസ്ഥാനവും സംസ്ഥാനത്തിന് പുറത്തുള്ള എല്ലാവരും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ വൻ വിജയം എന്ന് പറയുന്നത് ഈ നാടിൻ്റെയും ഈ ക്ഷേത്രത്തിൻ്റെയും വൻ വിജയമാക്കി നമുക്ക് തീർക്കണം.